ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു കടലയുടെ ഒരു സീസണാണല്ലേ. കടല നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും. കിറ്റിലൊക്കെ കിട്ടുന്ന കടല, അങ്ങനെ കുറേ കടലകൾ വീട്ടിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് രാവിലെ കറി വെച്ചാലും ഒക്കെ നമുക്ക് ബാക്കിയായിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് കുറേ റെസിപ്പീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കടല വെച്ചിട്ട് കടലറ്റ് ഉണ്ട്, കടല വെച്ചിട്ട് പരിപ്പ് വടപാലം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിൽ ഞാൻ കടല വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. കടല വെച്ചിട്ട് പൊക്കവട തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചതാണ്. വെള്ളം നന്നായിട്ട് വാർന്ന ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് അതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാന്ന്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ പൊക്കവടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. അതിലേക്ക് കടല ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ 1 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യരുത്, വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിൽ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. ഇത്രയും മതി. നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്കൊന്നും ചേർക്കാനൊന്നുമില്ല. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോ ഇത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഓയിലിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം കേട്ടോ ഓയിൽ. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ 2 സൈഡും കുക്കായി ഒരേപോലെ രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കടല വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ ഓയിലൊന്നും കുടിക്കാത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ചട്നിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതുപോലെ സോസിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പൊക്കവട ഉണ്ടാക്കി നോക്കൂട്ടോ. കടലൊക്കെ ചിലവാകാത്ത വീട്ടിലൊക്കെ ഇത് എന്തായാലും ചിലവാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്